ശരിക്കും ചിരിക്കണോ കരയണോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഈ വിമാനത്തിലെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ മിക്കപ്പോഴും തത്സമയം റിപ്പോർട്ടിൽ പറയുന്നതാണ്. ഇതാ കഴിഞ്ഞ ദിവസം പോലും ഒരു വിമാനത്തിൻ്റെ ടയർ ഊരിപ്പോയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയൊക്കെ പറഞ്ഞതാണ്. അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം ചർച്ച ചെയ്തത് എങ്കിൽ എന്താ ഒരു ഒന്നൊന്നര വാർത്ത പറയാൻ പോവുകയാണ്. വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് യാത്രക്കാരൻ നാണയങ്ങൾ എറിഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് എന്ന് അറിയുമ്പോഴാണ് ഇതിലെ കോമഡി. അതായത് ഈ വിമാനം കുഴപ്പമൊന്നും കൂടാതെ അങ്ങ് എത്തണം. നാണയങ്ങൾ എറിയുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് 80-കാരനായ ഈ യാത്രക്കാരൻ കരുതിയത്. പക്ഷെ എന്ത് ചെയ്യാൻ, ആള് കുടുങ്ങി. അനഘ പ്രകാശാണ് നമ്മുടെ കൂടെയുള്ളത്. അനഘ, ഒരു പ്രശ്നവും പറ്റാതെ അങ്ങ് എത്തിയിട്ടുണ്ടല്ലോ. എന്തായിരിക്കും ഇതിന് പിന്നിലുള്ളതെന്ന് ഏറെക്കുറെ എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. എന്നാലും ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടോ? എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിലോ? ശരിയാ പൂജ, നമ്മൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഇത്രയ്ക്കും മണ്ടത്തരം ആരെങ്കിലും കാണിക്കുമോ എന്നൊരു ചിന്ത എല്ലാവർക്കും വരും. പക്ഷേ അദ്ദേഹം ചെയ്തു, അതിന് അദ്ദേഹം പിടിയിലായി എന്നുള്ളതാണ് അത് വലിയൊരു യാഥാർത്ഥ്യം മറുവശത്തുണ്ട്. എന്തായാലും ചൈനയിലാണ് സംഭവം. ചൈനയിലെ സാനിയിൽ നിന്ന് ബെയ്ജിങ്ങിലേക്ക് പറക്കാനിരുന്ന വിമാനമാണ് ഇത്തരത്തിൽ വലിയൊരു അതിൽ തന്നെ യാത്രക്കാരൻ്റെ വലിയൊരു അബദ്ധമെന്ന് പറയാൻ പറ്റില്ല, ഒരു മണ്ടത്തരം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തൊരു കാര്യമാണ്. അതിനെ തുടർന്ന് 4 മണിക്കൂറാണ് ഈ വിമാനം വൈകിയത്. എത്രത്തോളം അതിൻ്റെ ഉദ്യോഗസ്ഥരും മറ്റ് യാത്രക്കാരും ബുദ്ധിമുട്ടി ഇതിൻ്റെ പേരിലെന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. എന്തായാലും വിമാനയാത്രക്കിടെ മറ്റു കുഴപ്പങ്ങളോ അപകടങ്ങളോ ഉണ്ടാകാതിരിക്കാനാണ് ഇദ്ദേഹം ഈ എഞ്ചിനുള്ളിലേക്ക് നാണയങ്ങൾ എറിഞ്ഞതെന്നാണ് പറയുന്നത്. ഈ ചില വിശ്വാസികളൊക്കെ അവരുടെ ആരാധനാലയങ്ങളിൽ ഇത്തരത്തിൽ നാണയത്തുട്ടുകളും അല്ലെങ്കിൽ പൈസയും ഒക്കെ ഇടാറുണ്ട്, തങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിക്കാൻ എന്നോണം. പക്ഷേ ഈ യാത്രക്കാരൻ ചെയ്തത് വിമാനയാത്ര സുഗമമാകാൻ വിമാനത്തിന്റെ എഞ്ചിനുള്ളിലേക്കാണ് നാണയങ്ങൾ എടുത്തെറിഞ്ഞത്. എത്രത്തോളം വലിയൊരു അപകടം ഉണ്ടാകേണ്ടിയിരുന്നൊരു സംഭവമാണെന്ന് ഓർക്കണം. ഈ വിമാനത്തിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ടേബിൾ ഫാനിന്റെ ഒക്കെ ഒരു മുഖം പോലെ, അതിന്റെ ലീഫ് പോലെ അത്തരത്തിലാണ് ഇതിന്റെ ഒരു എഞ്ചിന്റെ ഒരു മുഖഭാവം ഉള്ളത്. നമുക്ക് അതിനിടയിൽ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് വഴിയാണ് ഇദ്ദേഹം നാണയത്തുട്ടുകൾ അകത്തേക്ക് എറിഞ്ഞത്. 5 നാണയങ്ങളാണ് ഇത്തരത്തിൽ അതിനകത്തേക്ക് എറിഞ്ഞത്. എന്തായാലും കൃത്യമായി ഇതിന് വിമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് കണ്ടുപിടിക്കുകയും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിന് വേണ്ട നടപടികളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം പിടിയിലാവുകയും ചെയ്തു. ഇത് ആദ്യമായല്ല ചൈനയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നതാണ് മറ്റൊരു കൗതുകം. ഇതിനു മുൻപും സമാനമായ സംഭവങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. ഏറ്റവും ഇതിനു മുന്നേ അടുത്തായി റിപ്പോർട്ട് ചെയ്തത് 2021-ലാണ്. 2021-ലും ഇതേ കാരണത്താൽ തന്നെ വിമാന യാത്രക്കിടെ മറ്റൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ യാത്രക്കാരൻ എഞ്ചിനുള്ളിലേക്ക് നാണയം എറിയുന്ന ഒരു സമാന സംഭവം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് അപ്പോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണല്ലേ ഇത്. എന്നാലും വല്ലാത്തൊരു വിശ്വാസമായി പോയി. ഇങ്ങനെ ആൾക്കാരൊക്കെ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ അധികൃതരൊക്കെ കണ്ടെത്തിയത് കൊണ്ടല്ലേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയത്. അല്ലെങ്കിലോ എന്തായാലും 4 മണിക്കൂറോളാണ് വൈകിയത്. സുഗമമായ യാത്രയായിരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. ശരിയാനൊക്കെ